വിളിക്കാതെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ. അടിച്ചോ? അതിന്റെ പിടിക്കാൻ സാധ്യതകളില്ലാത്തതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ കൊടയ വടി നിർത്തില്ലല്ലോ. ആരോന്നുണ്ടല്ലോ. പുതിയ സ്കൂൾ അല്ലേ? പുതിയ സ്കൂളിലെ ഫസ്റ്റ് ഡേ. ഓക്കെ, അടിച്ചൊളിക്ക്. പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചർ, പുതിയ സ്കൂൾ, ഇതെല്ലാം. പുതിയ ലഞ്ച് ബോക്സ്, പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ബുക്ക്, പുതിയ അമ്മ. പുതിയ അമ്മ പഴയത് തന്നെ. ബാഗ് താ, ബാഗ് ഒരുത്താ. നോക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഏതാ ഡേറ്റ് എന്ന് അറിയോ? ബാക്ക് ടു സ്കൂൾ ജൂൺ 2. എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിലേക്ക് പോവാണല്ലേ. ആമക്കുട്ടി പുതിയ സ്കൂളിലാണ്. എല്ലാ കുട്ടികളും പുതിയ സ്കൂളിലായിരിക്കില്ല, കുറച്ച് കുട്ടികൾ അതിനും പുതിയ സ്കൂളിലുണ്ടാവുള്ളൂ. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ പുതിയ സ്കൂളിൽ പോകുമ്പോ? പുതിയ ഫ്രണ്ട്സ് ടീച്ചറൊക്കെ ആയിരിക്കൂലേ? ടെൻഷൻ ഉണ്ടോ? എന്താ ഇല്ലാത്തേ? ഇപ്പൊ എല്ലാ വർഷം ആമക്കുട്ടി ഓരോ സ്കൂളിൽ ഓരോ വർഷം പോകുന്നുണ്ടാണ്. പിന്നെന്താ, നമ്മനെ മിസ് ചെയ്യോ? അച്ഛനെ മിസ് ചെയ്യോ? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ അല്ല പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഓർക്കുന്നുണ്ടോ ഇപ്പൊ? പിന്നെ അവരൊക്കെ പറയും മോന്റെ ക്ലാസ്സിൽ വന്നിട്ട് അല്ലെ, കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ വന്നിട്ട് അയ്യോ ദീക്ഷയില്ലല്ലോ ഇന്ന് എന്ന് പറയും അല്ലേ? ആ ടിപ്സ് ഇന്നല്ല തുറക്കണേ. അവര് 5th ഓപ്പൺ ചെയ്യണേ. 7th ഓപ്പൺ ചെയ്യണേ. ശരിയാ. അപ്പൊ നമുക്ക് ആമിക്കുട്ടിയുടെ സ്കൂളിലേക്ക് പോയാലോ? പുതിയ സ്കൂളില് സ്കൂള് കാണിച്ചു കൊടുക്കണ്ടേ? ഇവരും മോളുടെ ഫ്രണ്ട്സ് അല്ലേ, കാണിച്ചു കൊടുക്കണ്ടേ? കാണാം കാണാം. ആമിയുടെ സ്കൂളെത്തി. ആമിയുടെ സംസ്കാര സ്കൂളെത്തി. എന്താ വെയിലല്ലേ? അപ്പൊ രണ്ടിലിരുന്നിട്ട് തേടാ. സന്തോഷം നോക്ക്. അമ്മ ഇറങ്ങിയിട്ട് ബാഗ് ഇട്ടുതരാം. സ്കൂൾ ബാഗ്, സ്കൂൾ ബാഗ് എല്ലാ ദിവസവും ഇങ്ങനെയാന്ന് പറയണേ, ഞാൻ പിടിക്കാന്ന്. ലഞ്ച് ബാഗ് ആരും പിടിക്കും. നമുക്ക്
ആമിക്കുട്ടീനെ കൊണ്ടുവരാൻ പോകാട്ടോ. ആമയുടെ സ്കൂൾ ബസ് എത്താറായിട്ടില്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബസ്സിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആമി ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ ആമിക്കുട്ടി ഇവിടെ എത്തും. നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ആമി സ്കൂൾ ബസ്സിൽ വരുന്നത്. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷമാണെങ്കിലും അതിന് മുമ്പത്തെ വർഷമാണെങ്കിലും ഞാൻ തന്നെ കൊണ്ടുവിടും, ഞാൻ തന്നെ കൊണ്ടുവരും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ആൾ ബസ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷെ ആമയ്ക്ക് ഒരു ടെൻഷനില്ല കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. പുതിയ സ്കൂള് ബസ്സിൽ വരണം എന്നൊക്കെ പറഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്നാലും സമയം ആവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ കുറച്ച് നേരത്തെ തന്നെ പോയി താഴെ നിൽക്കാമല്ലോ എന്ന് കരുതി. ബസ്സൊന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താവും, കുറേ വിശേഷം ഉണ്ടാവും പറയാനായിട്ട്. എല്ലാ വിശേഷവും നമുക്ക് കേൾക്കാം, നോക്കാം. ഒന്നും പഠിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊറേ നേരം ബ്ലോക്ക് ഉണ്ടാവല്ലേ? വന്ന് നിൽക്കണം നമ്മളുടെ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ 3 വന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 4 ആയി. അപ്പോഴാണ് എന്തെങ്കിലും നിൽക്കുന്നത്. ഫ്രണ്ട്സിനൊക്കെ കിട്ടില്ല. എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ? 20യോ? പക്ഷേ 22 ആണ് ശരിക്കില്ലോ. പക്ഷേ വന്നില്ല സ്കൂളിൽ. ഫസ്റ്റ് ആയിട്ട് ആബ്സെന്റോ? സർവീസ് ലിഫ്റ്റ് ആകുമ്പോൾ പറ്റും. എടാ അപ്പം ഉണ്ടല്ലോ പൊന്നുവിൻ്റെ 2 ഫ്രണ്ട്സാ. എന്താ പേര് ഫ്രണ്ട്സിൻ്റെ? ഒരെണ്ണം പേര് ചോദിച്ചില്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവരുടെ ഫ്രണ്ട് ആവാ. പക്ഷെ മറ്റേ വേറെ ഒരു ഫ്രണ്ടിന്റെ പേര് ഇവ. അപ്പൊ മറ്റേ കുട്ടിയുടെ പേര് ചോദിക്കണ്ടേ? അവർ പാരപ്പിക്കപ്പ അതുകൊണ്ട് പെട്ടെന്ന് പോകും. ആണോ? വൈകുന്നേരമാണോ അപ്പൊ ഫ്രണ്ട്സ് ആയത്? രാവിലെ ആണോ? ഫസ്റ്റ് മോളായിരുന്നല്ലേ. നമ്മള് 7:40 ആയപ്പോഴേക്കും സ്കൂളിലെത്തി. അല്ല 7:40 ഇവിടെ നിന്ന് ഇറങ്ങിയല്ലോ. 8 o'clock മുമ്പ് നമ്മൾ സ്കൂളിലെത്തി. നാളെ ബസ്സിന് പോണം കേട്ടോ. ഇടണം എന്ന് പറഞ്ഞല്ലേ? ആ, അത് പെർമനന്റ് കാർഡ് കിട്ടട്ടെ കേട്ടോ. അതിന് ടെമ്പററി യൂസ് ചെയ്യാൻ മതി. ഇല്ല, വേറെ തരും. അത് മാം മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ സ്നാക്സ് ഒക്കെ മുഴുവൻ കഴിച്ചോ? ലഞ്ച് മുഴുവൻ കഴിച്ചോ? ലഞ്ച് മുഴുവൻ കഴിച്ചോ? വയറ് ഫുള്ളായ? കൊള്ളാം. ലഞ്ച് ഇവിടെ ക്ലാസ്സിലാ മോളിരുന്നതാ? പിന്നെ വാഷ്റൂമിലൊക്കെ പോയപ്പോ കൂട്ടുണ്ടായിരുന്നോ? ഒറ്റയ്ക്കാണ് പോയ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അല്ലേ? ന്യൂ സ്റ്റുഡന്റ് ഓൾഡ് സ്റ്റുഡന്റ് ഉണ്ടല്ലോ. അപ്പൊ അവര് ന്യൂ സ്റ്റുഡന്റ് ഓൾഡ് സ്റ്റുഡന്റ് അങ്ങനെ. അപ്പൊ ആരാണ് ബെഡിയാരാ? പക്ഷെ മാം പറഞ്ഞേ എന്റെ ഫ്രണ്ടിന്റെ കുട്ടി പഠിക്കും. എന്റെ ഫ്രണ്ടില്ലേ ഇവ അതാണ് പടി. ആണോ? ഗുഡ് ഗേൾ. പിന്നെ എന്നിട്ട് ആണോ? ആദ്യം വന്നപ്പോ ഇവ വന്നേ. എനിക്ക് അറിയില്ല അതിന്റെ പേര് ആദ്യം. ഇന്നത്തെ
ലഞ്ച് ബോക്സ് വെക്കാൻ പറഞ്ഞപ്പോഴല്ലേ ലഞ്ച് ബോക്സ് അതിലെടുത്തിട്ടാ വെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല വെക്കാൻ. അപ്പൊ ഫ്രണ്ട്സായപ്പോ അങ്ങനെ പറഞ്ഞു ഫ്രണ്ട്സ്. അത് ശരി. പിന്നെ ഒരുമിച്ച് പോയിരുന്നല്ലേ? ഫ്രണ്ടിൽ തന്നെ ഇരുന്നോ? ഗുഡ് ഗേൾ. എന്നിട്ട് മാം എന്തൊക്കെ ചോദിച്ചു? ഇവ മിഡിലില്, ഞാൻ ഇതിന്റെ സൈഡില്. അപ്പോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത്? പിന്നെ ഒരു ബോയ് ഇവിടെ. 3 പേരാണോ? ഒരു 5 5 5 5 5. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇന്ന് എന്തെങ്കിലും എഴുതിപ്പിച്ചോ? ഒന്നും എഴുതിപ്പിച്ചില്ലേ? ഓഡിറ്റോറിയം പോയപ്പോഴല്ലേ മിക്കി മൗസും സ്മൈലിനുണ്ട്. ആണോ? നിങ്ങളെ വെൽക്കം. പക്ഷേ അല്ലേ ഇത്രയും മിക്കി മൗസിന്റെ കണ്ണ് ആൾക്കാരെ ഡോട്ടുണ്ട് കാണാം. ഒരു ചേട്ടാണ്. ആണോ? പിന്നെ ഇഷ്ടപ്പെട്ടോ? മറ്റേ സ്കൂളാണോ കുറച്ചുകൂടി ഇഷ്ടമായത്? ഇതാണ് ഇഷ്ടപ്പെട്ടത്? ഇടക്കല്ല, ഇതാണ് എനിക്ക് ഇഷ്ടമായത്. ഇന്ന് പിറ്റേമ്മ പോയില്ല. എന്താ? പിന്നെ പിറ്റേമ്മ പോവില്ല. ഫസ്റ്റ് ഡേ വന്നല്ലേ ഉള്ളൂ. റേയാന്റെ വീട്ടിലൊക്കെ കയറിയല്ലേ? കൊറേ പേര് റേയാന്റെ വീട്ടില്. അവിടുത്തെ ആ ഫ്ലാറ്റിലല്ലേ? 6 പേരുണ്ട് അവിടെ. ആണോ? അത് കുറച്ചു നേരമല്ലേ മോള് ഇടം വരുള്ളൂ. മാധവപ്പ ഏത് ബസ്സിലാ? വേറെ ബസ്. പക്ഷെ ഞാനുമായിട്ടുള്ള ഒരു ബോയ് ഉണ്ട്, അതിന്റെ കൂടെ ഫ്രണ്ടായി. ആണോ? അവന്റെ പേരറിയില്ല. അറിയാതെ പേരാ. ഫസ്റ്റ് ഡേ അല്ലേ? 2 ദിവസം കഴിയുമ്പോ പേരൊക്കെ പഠിക്കുമല്ലോ കേട്ടോ. മാമിന്റെ മോന്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് എല്ലാം മറന്നു. സ്നേഹ. മിസ് സ്നേഹ. അതാ പറഞ്ഞ സ്നേഹ. പിന്നെ ഏതൊക്കെ മാം വന്നു ഇന്ന്? മറ്റേ മാമല്ലേ, മറ്റേ കൊച്ചിയിൽ ഇതിന്റെ നമ്മുടെ. പക്ഷെ മാമക്ക് മറന്നു പോയി. അപ്പൊ മോള് ആണോ? എന്നിട്ട് മോള് സാരില്ല, മാമിനെ അറിയില്ല. മാം വൈറ്റ് കളർ ചുരിദാറല്ലേ ഇന്നിട്ടത്? ഞാൻ രാവിലെ കണ്ടപ്പോ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ നിനക്ക് മാറിപ്പോയതാ. ഫുൾ വൈറ്റ്. മറ്റേ ഇങ്ങനെയല്ലേ കെട്ടിയത്? മാറിയിട്ടുണ്ടാവും ഡ്രസ്. പിന്നെ സ്കൂളിൽ വന്നിട്ട് ബ്ലൂ ആയിരുന്നു. അല്ലപ്പാ അമ്മ ബ്ലൂ. വൈറ്റ് വേറെ എനിക്കറിയാം. വൈറ്റ്. പിന്നെ മാമ അതിന്റെ പോയിട്ടുണ്ട്. അതുകൊണ്ടാ. സ്നാക്സ് എപ്പോഴാണ് കഴിച്ചേ? രാവിലെയാണ് കഴിച്ചേ? ഈവനിങ് ആണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ കഴിച്ചല്ലേ? സ്കൂളിൽ എത്തി കഴിഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്ത്. ആക്ടിവിറ്റി അല്ല, ഫെൻസ് ഉണ്ടാക്കാനും പറഞ്ഞു. ഗുഡ് ഗേൾ. അടി അടി. എൻ്റെ മോള് തന്നെ. എന്നിട്ടാണ് സ്നാക്സ് കഴിച്ചേക്ക്. അയ്യോ ഇല്ല. എന്നിട്ട് സ്നാക്സ് കഴിച്ചിട്ട് ഞങ്ങള് ഓഡിറ്റോറിയത്തിൽ പോയി. ഓക്കെ. കൈയൊക്കെ പിടിച്ചാണ് പോയത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്? ഓ, ഹാൻഡ്സ് പാക്ക് ചെയ്തിട്ടല്ലേ? എന്നിട്ട് ക്ലാസ്സിൽ വന്നപ്പോ ഞാൻ ഹിന്ദി ബുക്കും ഇംഗ്ലീഷ് ബുക്ക് ഒരു ബാഗിലുണ്ട്. അത് വേണ്ട, ഒരെണ്ണം മതിയോ? 2 എണ്ണം. ഓ, ഒരെണ്ണം വീതം അല്ലെ? ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഈ ബസ്സിൽ. ഫ്രണ്ട് ഏത് ബസ്സിലാ? മറ്റേ പോയി. ഓക്കെ ഓക്കെ. മറ്റേ ഇവ ബസ്സല്ല, പാരന്റ് പിക്കപ്പാ. അതല്ലേ ഞാൻ പറഞ്ഞത്.
എല്ലാവരുമായിട്ടും നല്ല കൂട്ടാവണം കേട്ടോ. എല്ലാവരുമായിട്ടും ഫ്രണ്ട്സ് ആവണം കേട്ടോ. ബാക്കിയുള്ള കുട്ടികളൊക്കെ കരഞ്ഞു? ആരെങ്കിലും പുതിയ കുട്ടികൾ ആണോ? ഏത് കുട്ടി കരഞ്ഞേ? നൈലു ഒരു പേരുണ്ട്. നൈലു അതേതാ കരഞ്ഞോ? അയ്യോ പുഷ് ചെയ്ത്. ഓക്കെ. എന്നിട്ട് പൗച്ച് മറ്റേ സ്ട്രോങ് പൗച്ചില്ലേ, അതുകൊണ്ട് നടുക്കനായി പുഷ് ചെയ്ത്. ആണോ? അയ്യോ. എന്നിട്ട് സോക്സ് എവിടെ ഇടണ്ടേ? സോക്സ് എവിടെ ഇടണ്ടേ? അതെടുത്തിട്ട് എവിടെ കൊണ്ടുപോയി വെക്ക്. ബാഗ് എടുത്തിട്ട് കൊണ്ടുപോയി വെക്ക്. സോക്സ് എടുത്തിട്ട് എവിടെ വെക്കണമെന്ന് വെച്ച് വെക്ക്. എന്താണ് ഒക്കെ മഞ്ഞട. അങ്ങനെ ഫ്രണ്ട്സിനെ കിട്ടി. നാളെയും കുറെ ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ. എന്താ ചിരിക്കണ വെറുതെ? സന്തു നാളെ പോണ്ട സ്കൂളില്? നാളെ ലീവ് എടുക്കണം. ഇങ്ങനെ സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ള ഒരു കൊച്ച്. എന്നാ ബാഗ് എടുക്ക്. ബാഗ് എടുത്ത് കൊണ്ട് വെക്ക്. എടുക്കണ്ണ. മര്യാദക്ക് പിടിക്ക്. വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തേ. വെള്ളത്തിന്റെ ബോട്ടിൽ എന്താണ്? വെള്ളത്തിന്റെ ബോട്ടിൽ വെയിറ്റ് എന്തുണ്ടല്ലോ? വെള്ളം കുടിച്ചില്ലേ? പുറത്തേക്ക് എടുത്തേ. പുറത്തേക്ക്. എന്താ വെള്ളം കുടിക്കാണ്ടിരുന്നേ? കുടിക്ക്. കുടിക്ക് വെള്ളം. കുടിക്ക്. മുഴുവനും കുടിക്കുന്ന വെള്ളം പറഞ്ഞാണോ? ഇന്ന് വെള്ളം കുടിക്കാണ്ടിരുന്നേ? ദാഹിച്ചില്ലേ? വെള്ളം കുടിച്ച് തീർക്കണം കേട്ടോ. 6 o'clock ആകുമ്പോഴേക്കും വെള്ളം കുടിച്ച് തീർക്കണം കേട്ടോ. ആ ബോട്ടില് കുടിക്കുക. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുടിക്കണമായിരുന്നു. കുടിക്ക്. 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 ചിരിക്കണ്ട. കുടിച്ചോ. ചിരിക്കണ്ട. ഇത് 6 o'clock ആകുമ്പോഴേക്കും ആ വെള്ളം ഫുള്ള് തീർക്കണം. ഇന്ന് പുറത്തേക്ക് എടുത്തില്ലേ? അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇത് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല? കുറച്ച് കുടിച്ചോളൂ. എത്തുമ്പോ തന്നെ വെള്ളം കുടിച്ചില്ല? ഓരോ അവർ കഴിയുമ്പോൾ വെള്ളം കുടിക്കണം കേട്ടോ. ഇനി സ്കൂളിൽ എത്തുമ്പോ തന്നെ ഇച്ചിരി വെള്ളം കുടിക്കണം. ക്ലാസ് തുടങ്ങണേക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഓരോ അവർ കഴിയുമ്പോൾ കുറച്ച് വെള്ളം സിപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ അവർ കഴിയുമ്പോൾ കുറേശ്ശെ വെള്ളം കുടിക്കണം. ലഞ്ച് കഴിയുമ്പോൾ കുറേ വെള്ളം കുടിക്കണം. സ്കൂളിൽ നിന്ന് ബസ്സിലൊക്കെ കയറുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം. അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കണം കേട്ടോ. ഓക്കെ കേട്ടോ? ഇപ്പം എന്താണ്? ഇപ്പം ചോക്ലേറ്റ് ദോശ മതിയോ? ചോക്ലേറ്റ് ദോശയും ഓറഞ്ച് ജ്യൂസും മതിയോ? അപ്പോഴേക്കും പോയി ബാഗ് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ബാഗ് വെക്കുക. ലഞ്ച് ബാഗ് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ലഞ്ച് ബാഗ് വെക്കുക. സോക്സും യൂണിഫോമൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് പോയി കുളിക്കുക. അപ്പോഴേക്കും അമ്മ ഫുഡ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ? ഒന്നും കൂടി ഇതോടെ കിട്ടെ. ഇടക്കിടക്ക് ഇവിടെ തന്നെ വെച്ച് ഇടക്കിടക്ക് ഒന്ന് കുടിക്കണം. 6 മണിയാകുമ്പോഴേക്കും 6 o'clock കഴിയുമ്പോഴേക്കും അത് വെള്ളം തീർക്കണം കേട്ടോ. അപ്പോൾ പോയി കുളിക്കണേ. ഫ്രഷ് ആയിട്ട് വാ. ലഞ്ച് ബാഗ് വെക്ക്. First day on
Bye.